നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 6 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത മാസത്തോടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങും. ഡിസംബറിൽ വോട്ടെടുപ്പ് നടക്കും. ഇതിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നഗരപരിധിയിൽ ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഏകദേശ രൂപം നമുക്ക് നൽകും. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് അതിശക്തമായ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി UDF അതിശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരങ്ങളും UDF നടത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തിനെതിരെ അതിശക്തമായ ഒരു പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് UDF കാണുന്നത്. അതിന്റെ കാഹളം ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ തന്നെ അതിന്റെ ഭരണസമിതിയുടെ UDFന്റെ നേതാവ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് തോമസ് വക്കത്താനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു. പ്രക്ഷുബ്ധമായ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി പറയേണ്ട ഘട്ടങ്ങളിലെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഭരണസമിതിക്കെതിരായ പോരാട്ടം അദ്ദേഹം നയിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് UDF മുന്നോട്ട് വെക്കുന്നത്? ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ UDF എങ്ങനെയാണ് കരുക്കൾ നീക്കുന്നത്? ഈ വിഷയമാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ കക്ഷി നേതാവ്, DCCയുടെ സെക്രട്ടറി തോമസ് വക്കത്താനമാണ് ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് കൃത്യമായ സ്വാഗതം തോമസ് വക്കത്താനം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏതാണ്ട് വിടവാങ്ങി കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ നിൽക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ടും കവർന്നെടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾക്കും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ തന്നെ ഈ സർക്കാരിനോട് വലിയ ഒരു പ്രയാസമുണ്ട്. കാരണം ഇവിടെ പഞ്ചായത്ത് രാജ് നിയമം വളരെ പ്രതീക്ഷയോടുകൂടി രൂപപ്പെട്ട പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കപ്പെട്ടതിന് ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറിയ അധികാരവും ഫണ്ടും പല സന്ദർഭങ്ങളിലായി ഈ സർക്കാർ കവർന്നെടുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ പല ഉദാഹരണങ്ങളും ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭ്യമായ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ നഷ്ടപ്പെട്ട ഫണ്ടുകൾ തിരിച്ചു കിട്ടുന്നതിനുമൊക്കെയുള്ള കൂട്ടായ പരിശ്രമങ്ങൾ അനിവാര്യമാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധമാണ്. UDF വളരെ ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നഷ്ടപ്പെട്ട അധികാരങ്ങൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരിച്ച് കൊടുക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് വളരെ നമുക്ക് കൃത്യമായിട്ടറിയാം. കഴിഞ്ഞ എല്ലാ തവണകളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളുന്നത് CPM ആണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ രംഗത്തുള്ള ഈ നിലവിലുള്ള ഭരണസമിതിയിൽ 24 ഡിവിഷൻ മെമ്പർമാരാണുള്ളത്. അതിൽ 7 മെമ്പർമാരെ UDFൻ്റേതുള്ളൂ. 14 പേരും LDFൻ്റെ പ്രതിനിധികളാണ്. 7-ൽ 5 കോൺഗ്രസും 2 മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധി നടക്കുന്നതാണ് 7 UDF മെമ്പർമാർ.
എങ്കിലും ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ഡിവിഷനുകളുടെ വികസന കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിനുവേണ്ടി അങ്ങേയറ്റം ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുടങ്ങി നിന്നിരുന്ന പല ഫണ്ടുകളും പിടിച്ചെടുക്കാനും ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. ജില്ലാ പഞ്ചായത്ത് പക്ഷേ എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള വീറും വാശിയും ഒന്നുമില്ലാതെ നാടിൻ്റെ വികസനം എന്ന ലക്ഷ്യത്തിൽ ഊന്നി പ്രവർത്തിക്കാനും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അന്തസത്ത എന്ന് പറയും, തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ജനപ്രതിനിധികളെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നാടിൻ്റെ വികസനം എന്ന ലക്ഷ്യത്തിൽ ഊന്നി പ്രവർത്തിച്ചാൽ മാത്രമേ അതിൻ്റെ അന്തസത്തയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനങ്ങളോട് അങ്ങേയറ്റം സഹകരിച്ചു പോകാനും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷം മുമ്പ് തുടങ്ങിയ ഞങ്ങളുടെ ഭരണസമിതിയുടെ തുടക്കത്തിൽ CPP ദിവ്യ ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അവർ 4 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ ഇടയ്ക്കുണ്ടായ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണൂർ ADM നവീൻ ബാബുവായിട്ടുള്ള അവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം. ആ സംഭവത്തിൽ അവർ കാണിച്ച ഒട്ടും ദൗർഭാഗ്യകരമായ ഇടപെടലും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർക്ക് ഒരിക്കലും ചേരാത്തൊരു നടപടിയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുണ്ടാക്കിയിട്ടുള്ള ഗതിവിഗതികളും രാഷ്ട്രീയ സംഭവങ്ങളുമൊക്കെ നമ്മൾ കേട്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം ഒഴിച്ചാൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പരമാവധി ജില്ലയിൽ ഞങ്ങളെയൊക്കെ പരമാവധി അവർ ചേർത്ത് പിടിച്ച് കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളും പരമാവധി വികസന പ്രവർത്തനങ്ങളോട് അവരുമായി സഹകരിച്ച് മുന്നേറാനും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിരവധി സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ തന്നെ PP ദിവ്യ കാണിച്ച നിലപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്കെതിരെ ജില്ലാ പഞ്ചായത്ത് യോഗത്തിലും ജില്ലാ പഞ്ചായത്തിൻ്റെ വേദികളിലുമൊക്കെ ശക്തമായ സമരം നടത്താനും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ സമരത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്യാനും തുടർ നടപടികളിലേക്ക് പോകാനും ഗവൺമെൻറ്റും നിർബന്ധിതമായ സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുണ്ടായ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. പക്ഷെ അപ്പോഴും അങ്ങനെ സംഭവങ്ങൾ നിൽക്കുമ്പോഴും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് വലിയ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, കണ്ണൂരിലെ വ്യവസായ സംരംഭകർക്ക് അവസരം തുറന്നു കൊടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ വളരെയേറെ മാതൃകാപരമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതൃകാപരമായ ഇന്നോവേറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളും അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കലവറയില്ലാത്ത പിന്തുണ നാടിൻ്റെ വികസനം ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സർക്കാർ കാണിക്കുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ അവർ മടി കാണിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പ്രധാനമായ ഒരു സംഗതി, ഞങ്ങളൊക്കെ മലയോരത്തു നിന്ന് വരുന്ന പ്രതിനിധികൾ കൂടിയാണ്. അപ്പോൾ മലയോര മേഖലയിലൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഗതാഗത മേഖലയിൽ കൂടുതൽ ഫണ്ട് കിട്ടുക എന്നുള്ളതാണ്. നല്ല റോഡുകൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പോൾ റോഡ് മെയിൻ്റെനൻസിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ചിരുന്ന 48 കോടി രൂപ മുൻ വർഷങ്ങളിൽ അനുവദിച്ചിരുന്നത് കഴിഞ്ഞ 2 വർഷമായി കേവലം 6 കോടി രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 42 കോടിയും ഗവൺമെൻറ് വെട്ടിക്കുറച്ചു. അപ്പോൾ കാരണം എന്തായിരുന്നാലും ആട്രാക്കൊക്കെ ഉണ്ടാക്കി ഗ്രാമപഞ്ചായത്തുകൾക്ക് റോഡുകൾ കൈമാറി എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് 95 മുതൽ രൂപപ്പെട്ടു വന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്തുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇത്ര വലിയ ഒരു ഫണ്ട് ഒറ്റയടിക്ക് ഈ ഗവൺമെൻറ് വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് യോഗത്തിലൊക്കെ അത് അന്ന് സൂചിപ്പിച്ചു, നമുക്കിതിനെതിരെ സമരം ചെയ്യണം, സർക്കാരിൽ പോയി നിവേദനം നടത്തണം, പറ്റുന്നില്ലെങ്കിൽ സമരഘട്ടത്തിലേക്ക് കിടക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, ഫിനാൻസ് മന്ത്രിയെ കണ്ടു, തദ്ദേശ മന്ത്രിയെ കണ്ടു. ദിവ്യ പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പോയി കണ്ട് നിവേദനമൊക്കെ നടത്തി. അപ്പോൾ അന്ന് ധനമന്ത്രിയും തദ്ദേശ മന്ത്രിയും ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടും, നഷ്ടപ്പെട്ടു പോയ ഫണ്ട് തിരിച്ചു കിട്ടാൻ നടപടി ഉണ്ടാക്കും. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ
6 മീറ്റർ വീതിയിൽ കൂടുതലുള്ള റോഡുകളൊക്കെ ജില്ലാ പഞ്ചായത്തുകൾക്ക് ഗ്രാമീണ റോഡുകൾ കൈമാറും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആസ്തി രജിസ്റ്ററിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ കിട്ടാൻ അവസരം ഉണ്ടാവും. അങ്ങനെ ഫണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും ആ നടപടികളൊന്നും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഒറ്റയടിക്ക് ഒരു സാമ്പത്തിക വർഷം 48 കോടി രൂപ റോഡ് മെയിൻ്റനൻസിന് മാത്രം കിട്ടിയിരുന്നത് 6 കോടിയായി വെട്ടിച്ചുരുക്കിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ന്യായമായ സാമാന്യഗതിയിൽ പോയി സർക്കാരിൽ ഒരു നിവേദനം നടത്തി എന്നതൊഴിച്ചാൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാനോ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനോ സർക്കാരിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്ത് പ്രതിപക്ഷങ്ങളെ ഭരണപക്ഷങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വം കൊടുക്കാൻ ഭരണകക്ഷി എന്ന നിലയിൽ CPM പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ദിവ്യയുടെ ഭാഗത്തു നിന്നൊക്കെ കുറ്റകരമായ അനാസ്ഥ ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അതിനുശേഷം വന്ന പുതിയ പ്രസിഡന്റ് ശ്രീമതി രത്നകുമാരി, അവർ വളരെ ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന, മലയോര മേഖലയിൽ നിന്നൊക്കെ വരുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. പക്ഷേ അവരും ഈ കാര്യത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ തയ്യാറായിട്ടില്ല. അപ്പോൾ വലിയ ഒരു എല്ലാ മേഖലയിലും ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഗതാഗത രംഗത്തെ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കണമെങ്കിൽ ഫണ്ട് വേണം. ആ ഫണ്ട് കിട്ടണമെങ്കിൽ അർഹമായ മുൻ വർഷങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് പോലും അന്യായമായി വെട്ടിക്കുറച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ മടി കാണിക്കുന്ന ജില്ലാ ഭരണകൂടം, കക്ഷി എന്ന നിലയിൽ സ്വന്തം പാർട്ടിയോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം കൊണ്ടും അല്ലെങ്കിൽ ശക്തമായ നിലപാടെടുക്കാൻ മടിക്കുന്നത് കൊണ്ടുമാണെങ്കിലും ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസന കാര്യങ്ങൾക്ക് വേഗത്തിലാക്കാൻ ഉള്ള ശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ശക്തമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന ഒരു വലിയ സംഭവം ഈ സംഗതി തന്നെയാണ്. നമ്മൾ ഈ PPDBയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടന്നു. ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു 4 വർഷത്തെ അടുത്ത ബന്ധം പുലർത്തിയ ഒരു സഹപ്രവർത്തകർ അവരിങ്ങനെ ജയിലിലേക്കൊക്കെ പോകുമ്പോൾ വ്യക്തിപരമായി നിങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു? വ്യക്തിപരമായ സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്ത നടപടിയെ 1% പോലും ന്യായീകരിക്കാനും നീതീകരിക്കാനും പറ്റാത്ത ഒരു സംഭവമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്തൊരു ഖേദം തോന്നിയിട്ടില്ല. ഞങ്ങളെടുത്ത നടപടി ഞങ്ങൾക്ക് ഖേദം തോന്നിയിട്ടില്ല. അതൊരു സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമാണ്. ഒരു ADM മരണപ്പെട്ട സാഹചര്യം വിളിക്കാത്ത ഒരു യോഗത്തിലേക്ക് കയറി ചെന്ന് അവരഭിപ്രായം പറഞ്ഞ് അയാളെ അപമാനിച്ചു എന്നതിൻ്റെ അപമാനഭാരം കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു കടുങ്കൈ ചെയ്യാൻ നിർബന്ധിതമായതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. സമൂഹം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഞങ്ങളും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു സംഭവത്തിന് ഒരിക്കലും അവർ അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. വേണ്ടാത്ത ഒരു അഭിപ്രായ പ്രകടനവും വേണ്ടാത്ത ഒരു ഇടപെടലുമാണ് അവർ നടത്തിയത്. അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് കണ്ണൂർ ജില്ലാ കലക്ടറാണ്. അദ്ദേഹവും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടുപ്രതിയാണ്. നവീൻ ബാബുവിൻ്റെ നഷ്ടം അവരുടെ കുടുംബത്തിന് മാത്രമായിട്ട് ഇന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ ആ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇന്നും അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സംഭവത്തിൽ മാത്രം നമുക്ക് PPDBയെ ഒരു സാഹചര്യത്തിലും നീതീകരിക്കാനും ന്യായീകരിക്കാൻ പറ്റിയല്ല. പക്ഷെ അവർ ഭരണാധികാരി എന്ന നിലയിൽ കൊള്ളാം എന്ന അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. എല്ലാവരും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിനെതിരെയുള്ള പോരാട്ടം നടത്താൻ അവർ മടി കാണിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഈ നവീൻ ബാബുവിന്റെ ആ പ്രശ്നത്തിന് ശേഷം അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. PPDB അങ്ങനെ ഭൂമി ഇടപാട് നടത്തി അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ട്. അത് എൻ്റെ അറിവിൽ അതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനുശേഷം ഉയർന്നു വന്ന പല സംഭവങ്ങളും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയി ചേർന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരിൽ സബ് കോൺട്രാക്റ്റുകൾ എടുക്കുകയും ഇപ്പോൾ സിൽക്ക് പോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കമ്പനിയായി ആ കമ്പനി രൂപപ്പെടുകയും ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ആക്ഷേപങ്ങൾ പൊതുരംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് കേസുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം രീതികൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കതിൻ്റെ വസ്തുതകളെക്കുറിച്ച് വേണ്ടത്ര അറിയില്ല. പക്ഷെ ഒരു സംശയത്തിൻ്റെ സാഹചര്യം നിൽക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യും എന്നാണോ അല്ല ചെയ്യില്ല എന്നാണോ? അതിപ്പോ അവരെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നില്ല. അവരുടെ ഭർത്താവ് അതിനകത്ത് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഭർത്താവും ഇവരുടെ സുഹൃത്തുക്കളും ഒക്കെ കൂട്ടാളികളായി ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു കമ്പനിയാണ് എന്ന് പറയപ്പെടുന്നു.
അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാലേ അത് സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ജില്ലാ അനുഭവം പഞ്ചായത്ത് യോഗത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഈ നവീൻ ബാബുവിന്റെ മരണം വന്നതിന് ശേഷമാണ് അത്തരം വിഷയങ്ങളൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സംശയങ്ങൾ ഉയർത്തിയിരുന്നു, അല്ല പ്രതിഷേധങ്ങൾ ജില്ലാ പഞ്ചായത്ത് യോഗത്തിലൊക്കെ ഉണ്ടായിരുന്നോ അതുമായി ബന്ധപ്പെട്ട്? അത് ഞങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുമായി ഉയർത്തിയിട്ടില്ല. പക്ഷേ വികസനപരമായ ആവശ്യങ്ങൾ ഉയർത്തി ഞങ്ങൾ പലപ്പോഴും ഉടക്കേണ്ട സന്ദർഭമുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രതികരിക്കാതെ മുട്ടുമടക്കി പോകുന്നത് ശരിയല്ല എന്നൊരു ഇത്തരം അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു? അഴിമതി ആരോപണങ്ങളും ഞങ്ങൾ പ്രത്യേകമായിട്ട് അങ്ങനെ ശ്രദ്ധയിൽ വരികയോ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല. പക്ഷെ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ, പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് പുതിയ പേ വാർഡ് നിർമ്മിക്കാനും അത് പ്രവർത്തനക്ഷമമാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾക്ക് കെട്ടിടം നിർമ്മിക്കാനും അതുപോലെ സ്കൂളുകൾക്ക് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാനും അതുപോലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്മൈൽ പദ്ധതിക്ക് ആവശ്യമായ സഹായം നൽകാനും ഒക്കെ ആ മേഖലയിലും വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ശരിക്കും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം, അതായത് മറ്റ് തദ്ദേശ കോർപ്പറേഷനായി മറ്റ് സംവിധാനങ്ങളുമായി അവിടെ ശരിക്കും രണ്ടു പക്ഷങ്ങൾ എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പരമാവധി സഹകരണം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 24 മെമ്പേഴ്സിൽ 7 പേർ മാത്രമാണ് UDF പ്രതിനിധികൾ. അപ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് അപ്പുറത്തേക്ക് ജില്ലയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഭരണസമിതിയോട് ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചതും. അങ്ങനെ അതിൽ കടന്ന രാഷ്ട്രീയ അതിപ്രസരമില്ലാതെ വികസന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സഹകരണവും കൊടുത്തിട്ടുണ്ട്. ഈ പ്രതിപക്ഷ ഡിവിഷനുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഭരണസമിതി? ഉണ്ട് എന്നത് പറയാൻ സാധിക്കും. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ആലക്കോട് ഡിവിഷനാണ്. ആലക്കോട് ഡിവിഷനിലെ ചപ്പാരപ്പുഴ പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, അതുപോലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന് 5 വാർഡ്, ഇത്രയും പ്രദേശങ്ങളിലൊക്കെയുള്ളതാണ് ആലക്കോട് പഞ്ചായത്ത്, ആലക്കോട് ഡിവിഷൻ. ആലക്കോട് ഡിവിഷനിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏതാണ്ട് ഒരു 10 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലക്കോട് ഒരു പാലം നിർമ്മാണം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ആലക്കോട് മൊറാനി പാലം, അതിന് 75 ലക്ഷം രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. അതിൽ പകുതി ആലക്കോട് ഗ്രാമപഞ്ചായത്തും പകുതി ജില്ലാ പഞ്ചായത്തുമാണ്. സംയുക്ത പദ്ധതിയാണ്. അതുപോലെ റേറോം ഗവൺമെൻറ് ഹൈസ്കൂളിന് ഒരു 40 ലക്ഷം രൂപയുടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അതിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അതുപോലെ വേറൊരു ഗവൺമെൻറ് ഹൈസ്കൂൾ ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ തടിക്കടവ് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. അപ്പോൾ അവിടെയും ഓപ്പൺ ഓഡിറ്റോറിയത്തിന് 50 ലക്ഷം രൂപ ചിലവിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ പണി തീർന്നു. പിന്നെ ഒരു വിമലശ്ശേരി ഖാദി കേന്ദ്രം ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ, അതിന് 35 ലക്ഷം രൂപയുടെ കെട്ടിടം പണി തീർത്തു. അപ്പോൾ അത് ഒരുപാട് 10-25 വനിതകൾ നൂൽക്കുന്ന ഒരു കേന്ദ്രമാണ് ആ ഖാദി കേന്ദ്രം. അപ്പോൾ അവർക്കൊക്കെ സ്ഥിരമായൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. അതുപോലെ ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ നറുക്കുമലയിൽ ഏതാണ്ട് 50 ലക്ഷം രൂപ ചിലവ് ഒരു കുളം പണി തീർത്തേണ്ട 100ഓളം ആളുകൾ കുടിവെള്ള സൗകര്യം എത്തിക്കാൻ സാധിച്ചു. വിവിധ റോഡുകൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് റീടാറിങ് നടത്തി ഗതാഗതയോഗ്യമാക്കാൻ സാധിച്ചു. അങ്ങനെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ തീർച്ചയായും ഞാനും അതിൽ അതീവ സന്തുഷ്ടനാണ്. എൻ്റെ ഈ പിന്നിട്ട 5 വർഷത്തിനിടയിൽ ഇത്രയേറെ വികസന കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതിന് എനിക്ക് സംതൃപ്തിയുണ്ട്. എന്തായാലും ഒരു UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു അവഗണന നേരിടേണ്ട ഒരു സാഹചര്യം, അവഗണന പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റോഡ് മെയിൻ്റെനൻസ് ഫണ്ടൊക്കെ വെട്ടിക്കുറയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ സർക്കാർ വെട്ടിക്കുറച്ചപ്പോൾ മലയോര മേഖലയിലെ റോഡുകൾക്ക് ഫണ്ട് വയ്ക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഇവരും നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഫണ്ട് കിട്ടിയതുപോലെ ഇപ്പോൾ കിട്ടാതെ വന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ ഒരു സർക്കാരിൻ്റെ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്ന സംഗതികളാണ്. പക്ഷേ എന്നാലും നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാന്യമായ പരിഗണന ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്ന് പറയാൻ പറ്റിയല്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളിലുമൊക്കെ വരുമ്പോൾ, മറ്റു പദ്ധതികളൊക്കെ വരുമ്പോൾ
അവരവരുടേതായ രീതിയിൽ കോർണർ ചെയ്തു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉദാഹരണത്തിന് നമ്മുടെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വലിയ തോതിലുണ്ട്. അപ്പോൾ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത്. അത്തരം കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഫെൻസിങ്ങിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഈ ഫെൻസിങ് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആറളം പഞ്ചായത്തിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഉദയഗിരി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ശാശ്വതമായ പരിഹാരത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ഫെൻസിംഗ് കൊണ്ട് തീരുന്ന ഫെൻസിങ് കൊണ്ട് ആ പ്രശ്നം തീരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം വെച്ചാൽ ഫെൻസിങ് ഇപ്പോൾ നടത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞാൽ അവിടെയെല്ലാം വീണ്ടും കാട് വളർന്നു വന്ന് ഇത് മറയ്ക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ പവർ നഷ്ടപ്പെടും, ഇതിൻ്റെ ബാറ്ററിയൊക്കെ വീക്കാവും, പിന്നെ അത് സ്ഥിതികളുണ്ടാവില്ല. അപ്പോൾ ഫെൻസിങ് ഏർപ്പെടുത്തിയാൽ കൃത്യമായി അതിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തണം. യഥാസമയം കാട് വെട്ടിത്തെളിക്കാനുള്ള സംവിധാനം വേണം. ഇതിൻ്റെ ബാറ്ററി പ്രവർത്തനങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാനുള്ള സംവിധാനം വേണം. അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ഈ ഫെൻസിങ് സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു 6 മാസം കഴിഞ്ഞാൽ ഇത് പ്രവർത്തനക്ഷമം അല്ലാതായി മാറുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. അപ്പോൾ പിന്നെ ശാശ്വത പരിഹാരം വരണമെങ്കിൽ ഈ പാറളത്തൊക്കെ ചെയ്യുന്ന പോലെ ആനമതിൽ നിർമ്മാണം ഒരുപക്ഷെ ചിലപ്പോൾ ശാശ്വതമായ പരിഹാരമാവാം. അപ്പോൾ അതൊക്കെ വരുന്ന വലിയ ഹ്യൂജ് എസ്റ്റിമേറ്റ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ പഞ്ചായത്തിൻ്റെ ലിമിറ്റ് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യമായ ഇടപെടലും ഫണ്ടിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഏതായാലും വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് ഗവൺമെൻറ്റും ചേർന്ന് നടപ്പാക്കിയാൽ മാത്രമേ അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കൂ. ഈ ജില്ലാ പഞ്ചായത്ത് പരാജയപ്പെട്ടു പോയ മേഖല ഏതാണ്? ജില്ലാ പഞ്ചായത്ത് പരാജയത്തിലുപരി ജില്ലാ പഞ്ചായത്തിനോട് വലിയ ഒരു ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു വിയോജിപ്പുള്ള ഒരു വലിയ സംഗതിയുണ്ട്. അതിൽ വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുതിയ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ടല്ലോ. ആ വാർഡ് വിഭജനത്തിൽ ഇവർ കാണിച്ചിട്ടുള്ളത് വലിയ അന്യായമാണ്, അനീതിയാണ്. ഉദാഹരണത്തിന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആലക്കോട് ഡിവിഷൻ, ആ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കി. അതൊരു UDF മെജോറിറ്റിയുള്ള ഡിവിഷനാണ്. അപ്പോൾ ആ ഡിവിഷൻ പൊട്ടിച്ചിട്ട് അതിലെ ചപ്പാർപ്പടവ് പഞ്ചായത്ത് പരിയാരം ഡിവിഷനോട് കൂട്ടിച്ചേർത്തു. ആലക്കോട് പ്രദേശം മാതമംഗലം ഡിവിഷൻ എന്ന പേരിൽ പുതിയൊരു ഡിവിഷൻ രൂപീകരിച്ചു. അപ്പോൾ ആലക്കോട് ഡിവിഷൻ തന്നെ പൊട്ടിച്ചില്ലാതാക്കി. അപ്പോൾ മലയോര മേഖലയിലെ UDFന് മെജോറിറ്റിയുള്ള മേഖലകളെ ഈ സർക്കാരും ഈ ഭരണകൂടവും എങ്ങനെ രാഷ്ട്രീയമായി കാണുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. അതുപോലെ മറ്റൊരു മലയോര മേഖലയാണ് നമ്മുടെ ഉളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഇതുപോലെ തന്നെ പൊട്ടിച്ചിട്ട് അതൊരു പടിയൂർ ഡിവിഷൻ ഉണ്ടാക്കി, പിന്നെ കുറച്ച് പയ്യാവൂർ ഡിവിഷനോട് കൂട്ടിച്ചേർത്തു. അതാണ് ഞാൻ പറഞ്ഞത്, 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഉളിക്കൽ ഡിവിഷനും ഇല്ലാതാക്കി, അതും പൊട്ടിച്ച് 2-3 കഷ്ണങ്ങളാക്കി വേറെ ഡിവിഷനുകൾ കൂട്ടിച്ചേർന്നു. അപ്പോൾ UDFന് മെജോറിറ്റിയുള്ള ആലക്കോട്, ഉളിക്കൽ തുടങ്ങിയ ഡിവിഷനുകൾ ഇല്ലാതാക്കുകയും അത് വിവിധ മറ്റ് ശാസ്ത്രീയമായ രീതിയിൽ ഭൂമിശാസ്ത്രപരമായി യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രദേശങ്ങളുമായി കൂട്ടിച്ചേർത്ത് ചില ഡിവിഷനുകളൊക്കെ ഇപ്പോൾ രൂപീകരിച്ചിട്ട് അത് തികച്ചും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ CPMന് അവിടെ എങ്ങനെ കടന്നു കയറാം, കോൺഗ്രസ് UDFൻ്റെ മെജോറിറ്റിയുള്ള മേഖലകളെ എങ്ങനെ തകർത്ത് തരിപ്പണമാക്കാം എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിലൊക്കെയുള്ള അഭ്യാസങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കാര്യം ഇതിൻ്റെ വിഭജനവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ പോലും ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM പാർട്ടിയുടെ അതിരുവിട്ട ഇടപെടലുകളും കൈകടത്തലുകളും ഒക്കെ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളിതിൽ ആക്ഷേപം പിന്നെ വെട്ടിമുറിക്കലിനെതിരെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ആക്ഷേപം കൊടുത്തിരുന്നു. ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ഷാജഹാൻ തിരുവനന്തപുരത്ത് ഞങ്ങളെ ഹിയറിങ്ങിന് വിളിച്ചു. ഞങ്ങൾ ഹിയറിങ്ങിൽ പോയി പങ്കെടുത്തു. ഞങ്ങൾ പുതിയ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇന്ന കാരണങ്ങൾ അത് ശരിയല്ല എന്ന് പറയുകയും അതിൻ്റെ പുതുക്കിയ വേറെ രീതിയിൽ രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങൾക്കൊന്നും ഒരു പരിഗണനയും കിട്ടിയില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ CPM താല്പര്യത്തിന് വശമതമായി നിന്ന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് UDFനെ എങ്ങനെ തകർക്കാൻ പറ്റും എന്ന ഒരു ചിന്തയുടെ ഭാഗമായി അവർ നടത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ അഭ്യാസമാണ്. ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയൊരു അഭ്യാസമാണ്. അത് 100% ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുകയാണ്. ആലക്കോട് എന്നുള്ള ഡിവിഷനില്ല, ആ ഡിവിഷൻ തന്നെ ഇല്ലാണ്ടാക്കി. അതാണ് അത്രയും
ഇത്രയും ക്രൂരമായത്. അതുപോലെ ഉളിക്കൽ ഡിവിഷൻ നിലവിലില്ല. ആലക്കോട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഒരു നഗര കേന്ദ്രീകൃത പ്രദേശം കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ ആലക്കോട് ഡിവിഷൻ്റെ ആലക്കോട് നഗരം ഉൾപ്പെട്ട ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് മാതമംഗലം ഡിവിഷൻ എന്നാക്കി. അതിൻ്റെ പേര് തന്നെ. മാതമംഗലം എവിടെ കിടക്കുന്നു? പയ്യന്നൂർ അടുത്ത് കിടക്കുന്ന മാതമംഗലം. ആ മാതമംഗലവും ആലക്കോടുമായിട്ട് ഒരു തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലമാണ്. എന്നുവെച്ചാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിയമസഭാ മണ്ഡലമായ 2 നിയമസഭാ മണ്ഡലമാണ്. കുറേ ഭാഗം മാതമംഗലമൊക്കെ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ അങ്ങോട്ടുള്ള ഭാഗമാണ്. പിന്നെ ഇത് ഈ നമ്മുടെ ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു തരത്തിൽ ഭൂമിശാസ്ത്രപരമായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത പ്രദേശങ്ങളെ കൂട്ടിയിണങ്ങി അശാസ്ത്രീയമായ രീതിയിലാണ് തികഞ്ഞ രാഷ്ട്രീയമായ ലാക്കോടുകൂടി രൂപപ്പെടുത്തിയിട്ടുള്ള അതാണ് ഈ മാതമംഗലം ഡിവിഷൻ. ഓക്കെ, ഇത് ഈ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യം മറ്റ് ഭരണപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട്? എങ്ങനെ? ജില്ലാ പഞ്ചായത്തോ സർക്കാരിൻ്റെ? ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ ലാക്കോട് കൂടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഞങ്ങൾ എല്ലാ കാലവും എതിർത്തിട്ടുണ്ട്. അപ്പോൾ അത് എതിർക്കപ്പെടേണ്ടതുമാണ്, എതിർക്കാതിരിക്കാൻ നിവൃത്തിയുമില്ല. മറ്റു കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സഹകരണത്തിന് തിരിച്ച് ഈ രീതിയിൽ ഒരിക്കലും ഈ രീതിയിൽ കാണിക്കാൻ പാടില്ല. അത് തെറ്റായ ഒരു ദുഷ്ടലാക്കായിപ്പോയി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഭരണപക്ഷത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുക. ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ വലിയ പ്രശ്നങ്ങളുണ്ട്? അങ്ങനെയുണ്ട്, പ്രശ്നങ്ങളില്ലാന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പരമാവധി വികസന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്ക് അർഹമായ ഫണ്ടുകൾ കിട്ടാനും വേണ്ടിയുള്ള ശ്രമങ്ങളും ഞങ്ങൾ പരമാവധി സഹകരിച്ചു പോകാനുള്ള മനസ്സും കാണിച്ചതിൻ്റെ പേരിൽ കിട്ടിയ പരിഗണനകളാണ് നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ നമ്മൾ മുമ്പോട്ട് വച്ച പല പ്രശ്നങ്ങൾക്കും പരിഗണന കിട്ടാതെ പോയ സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് മലയോര മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഫണ്ട് അനുവദിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മലയോരത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണൊലിപ്പ് വലിയൊരു പ്രശ്നമാണ്. ഹില്ലേറിയാണ്. അപ്പോൾ മഴക്കാലത്ത് മണ്ണൊലിച്ച് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ മലയോര മേഖലയിൽ മണ്ണൊലിപ്പ് നിവാരണ പദ്ധതി കയ്യാല നിർമ്മിച്ച് അതിന് പരിഹാരം ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അതിനൊന്നും ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രശ്നങ്ങളെക്കാൾ UDF കൂടുതലായും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാവും. തീർച്ചയായിട്ടും. അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പിൻബലം എന്താണ്? ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ നമ്പർ 1 സംഗതി എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്. CPMൻ്റെ ആളുകൾ പോലും ഇന്ന് സർക്കാരിനെ വെറുക്കുന്നു. കാരണം ജനദ്രോഹ സർക്കാർ എന്ന നിലയിലാണ് ഈ സർക്കാരിനെ കാണുന്നത്. ഇപ്പോൾ 5 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വന്ന ഗവൺമെൻറ് ഇപ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരാഴ്ച നിൽക്കുമ്പോഴാണ് 2000 രൂപ ആയിട്ട് പെൻഷൻ ഉയർത്തുന്നത്. സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുമെന്ന് പറയുന്നു. ആശാവർക്കർമാർക്ക് അങ്ങനെ പലർക്കും 1000 രൂപ വീതം പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ അഭ്യാസമാണ്. കേവലം വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രം. അല്ലെങ്കിൽ കൊടുക്കാനാണെങ്കിൽ എന്തുകൊണ്ട് ഒരു 2 വർഷം മുമ്പ് കൊടുക്കാൻ ശ്രമിച്ചില്ല? അതുമാത്രവുമല്ല, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് അവർക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ട്. ഈ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് നിന്ന് തുടച്ചു നീക്കപ്പെടും. ഈ ഗവൺമെൻറ് തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ വാരിക്കോരി ഫണ്ട് കൊടുക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ 10,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10,000 കോടി രൂപ എടുത്തു കൊടുക്കാനുള്ള സൗകര്യം ഈ ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ എന്തിനാണ് തങ്ങൾ ഇന്നലകളിൽ എതിർത്ത RSSൻ്റെ താല്പര്യങ്ങൾ വിദ്യാഭ്യാസ മേഖല നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ആദ്യം തള്ളിക്കളഞ്ഞ PM ശ്രീ പദ്ധതിയെ അതിലൂടെ കിട്ടുന്ന 700 കോടി രൂപ കിട്ടുമെന്നുള്ള താല്പര്യത്തിൻ്റെ പേരിൽ അത് സ്വീകരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ആ 700 രൂപയ്ക്ക് വേണ്ടി തങ്ങൾ ഇന്നലെ വരെ മുറുകെ പിടിച്ചിരുന്ന ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഒട്ടും ഒരു പ്രയാസമില്ല, ഫണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10,000 കോടിയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തന്നെ തട്ടിപ്പല്ലേ? കാരണം ഇവർക്കറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നത് UDF ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ UDF ഗവൺമെൻറ്റിൻ്റെ തലയ്ക്ക് ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇട്ടുകൊടുക്കാം എന്ന നിലയിലുള്ള
ഒരു ഉൾക്കാഴ്ചയുടെ പേരിൽ മാത്രമാണ് അവർ ഈ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ PMശ്രീയുടെ കാര്യത്തിൽ പോകേണ്ടത് 1400 കോടിയോളം രൂപ കിട്ടും എന്ന് കരുതി, അതായത് അടുത്ത ഇത്രയും കാലത്തെ കുടിശ്ശിക, അത് അടുത്ത സർക്കാരിനാണ് അതിന്റെ ഗുണം കിട്ടുക എങ്കിൽ LDF എന്തിനു പോയി ഇപ്പോൾ അതിന് ഒപ്പിടണം? അപ്പോൾ അവർക്ക് ഇപ്പോഴും കരുതുന്നു അടുത്ത ഭരണവും തങ്ങൾക്ക് തന്നെ ആകും എന്ന് കരുതിക്കൊണ്ടായിരിക്കില്ലേ ആ ഒപ്പിട്ടുണ്ടാവുക? ആയിരിക്കില്ല, അവർ കരുതിയത് മറ്റൊന്നായിരിക്കും. അവർ കരുതിയത് പിന്നെ സർക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയോടെ കടന്നു പോവുകയാണ്. നിത്യനിദാന ചെലവുകൾ പോലും നടപ്പാക്കാൻ കഴിയാത്ത നിലയിൽ കഷ്ടപ്പെടുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, പത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇവിടെ ആശുപത്രികളിൽ വേണ്ട അത്യാവശ്യം മരുന്നുകൾ വാങ്ങാൻ കാശില്ലാണ്ട് നടക്കുന്നു. അവിടെ ഹൃദ്രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ കമ്പനികൾ അത് സപ്ലൈ ചെയ്യാത്ത സാഹചര്യം ബന്ധപ്പെട്ട ഡോക്ടർമാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ആശുപത്രികളിലും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ബാധ്യത നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും മരുന്ന് കമ്പനികളും മറ്റു കമ്പനികളുമൊക്കെ അവർ ആവശ്യപ്പെട്ട ഉപകരണങ്ങളൊക്കെ കൊടുക്കാൻ വിസമ്മതിച്ച് നിൽക്കുന്ന അത്രയും ഗുരുതരമായ ഒരു സാമ്പത്തിക സാഹചര്യം കേരളത്തിൽ നിൽക്കുമ്പോൾ 1400 കോടി കിട്ടിയാൽ അത്രയും ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ കഴിയും? സംസ്ഥാനത്തിന് വേണ്ടി, സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് വാങ്ങിയെടുക്കുന്നതിനെ തെറ്റ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും കോടതിയിൽ പോകണം. നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി ഇല്ലേ, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ലെങ്കിൽ അവിടെ പോയി പറയുകയും ചോദിക്കുകയും അതിനുവേണ്ടി ശ്രമം നടത്തുകയും ചെയ്യാമല്ലോ. മറിച്ച് അവർ പറയുന്ന വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ കാവ്യവൽക്കരിക്കുന്ന വിദ്യാഭ്യാസത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മേടിക്കാൻ വേണ്ടി പാടുണ്ടോ? 1400 കോടി കിട്ടാൻ വേണ്ടി ഇപ്പോൾ നാളെ എന്നാൽ ഒരു 5000 കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവരിതിനേക്കാൾ വലിയ കടമ്പകൾ കടക്കാൻ നിൽക്കൂലേ? ശരി, ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം, ശരി ഞങ്ങൾ അതിനും വഴങ്ങാം എന്ന് പറയില്ലേ? 5000 കോടി കിട്ടിയാൽ വഴങ്ങാമെന്ന് പറയില്ലേ? അങ്ങനെ പലതിനും വഴങ്ങാമെന്ന് പറയില്ലേ? അപ്പോൾ ഇതൊരു നിവൃത്തികേട് കൊണ്ട് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ 1400 കോടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം. അങ്ങനെ അവർ അഭ്യാസം നടത്തിയിട്ടുള്ള ഗവൺമെൻറ് 10000 കോടിയുടെ അധിക പ്രഖ്യാപനം നടത്തിയത് എന്ത് ഉദ്ദേശത്തിലാണ്? നല്ല ഉദ്ദേശത്തിലല്ല. അത് കേവലം വോട്ടായി മാറില്ല. ജനങ്ങൾ അതിൻ്റെ ഉള്ളറകൾ തിരിച്ചറിയുമല്ലോ. അപ്പോൾ കേവലം ഇത് വോട്ട് തട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് എന്നതാണ് ആ 10000 കോടിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും അങ്ങനെ തന്നെയാണ്. അതേ രാഷ്ട്രീയ സാഹചര്യം കണ്ണൂർ ജില്ലയിൽ മറ്റിടങ്ങളിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. എന്താണ് ആ മേഖലയും ഈ മേഖലയും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഏതെങ്കിലും തരത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ UDF? മലയോര മേഖലയിലെ ജനങ്ങൾ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ കുടിയേറി പാർത്ത മണ്ണിനോട് പടവെട്ടി ജീവിച്ചു വരുന്ന ജനസമൂഹമാണ്. അവരത്യാവശ്യം ഈ എല്ലാ കാര്യങ്ങളിലും സാംസ്കാരിക അവബോധമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ചെയ്തികൾക്കൊക്കെ എതിരെ പ്രതികരിക്കാനുള്ള ശക്തിയും ശേഷിയും അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ സമാധാനം പുലരണമെന്നും ഈ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് മലയോര മേഖലയിലെ ആളുകൾ. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ജനാധിപത്യം പുലരണം, മതേതരത്വം സംരക്ഷിക്കപ്പെടണം, അതുപോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, കാർഷിക മേഖലയ്ക്ക് സപ്പോർട്ട് കിട്ടണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യവും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയുമാണ് മലയോരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് റബ്ബറിന് നല്ല വിലയുണ്ടായിരുന്നു, എത്രയോ വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ റബ്ബറിൻ്റെ വില എത്രയോ താഴോട്ട്. റബ്ബർ കൃഷി ഒട്ടും ആദായകരമില്ലാത്തൊരു തൊഴിലായിട്ട് മാറി. ഇപ്പോൾ വില എത്രയോ കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 100 രൂപയിൽ താഴെ കിലോയ്ക്ക് വില ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹം വിലസ്ഥിരതാ ഫണ്ട് കൊണ്ടുവന്നത്. അന്നാണ് 150 രൂപ നിശ്ചയിച്ച് ബാക്കി 50 രൂപ കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായത്. ഈ ഗവൺമെൻറ്റും അതുപോലെ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 250 രൂപ താങ്ങുവില നിശ്ചയിക്കും, ബാലൻസ് വരുന്ന എമൗണ്ട് കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും 1 രൂപ വരെ ഇന്ന് വരെ ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. 500 കോടി രൂപ ഓരോ വർഷവും ബഡ്ജറ്റിൽ അവർ പ്രഖ്യാപിച്ചു, പക്ഷേ 1 രൂപ പോലും കൊടുത്തിട്ടില്ല, കൃഷിക്കാരെ സഹായിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ഇത് 200 രൂപ റബ്ബറിന് കിലോയ്ക്ക് വില നിശ്ചയിക്കും, ബാക്കി വരുന്നത് ഞങ്ങൾ കൃഷിക്കാരന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊന്നും വോട്ട് തട്ടാൻ വേണ്ടിയുള്ള അഭ്യാസം മാത്രമാണ്. കൃഷിക്കാരന് ഉപകാരപ്പെടണ്ടേ, കിട്ടണ്ടേ, കൊടുക്കണ്ടേ? ഇതൊന്നും നടക്കുന്നില്ല. അതുപോലെ നാളികേരത്തിന് ഇപ്പോൾ ഈ ഒരു വർഷം മാത്രം നാളികേരത്തിന് വില കൂടി. അത് സർക്കാരിൻ്റെ ഔദാര്യമല്ല,
അത് കർഷകരുടെ തെങ്ങൊക്കെ നശിച്ചു, തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞു, നാട്ടിൽ തേങ്ങ ഇല്ലാതായി. ഇപ്പോൾ വളരെ വിരളമായിട്ട് തേങ്ങയുള്ളൂ, ഉൽപ്പാദനം വളരെ ഗണ്യമായ തോതിൽ കുറഞ്ഞു പോയി. അങ്ങനെ വന്നപ്പം ഇപ്പോൾ ഒരു വില വർധനം ഉണ്ടായി എന്നുള്ളതായി യാഥാർത്ഥ്യമാണ്. പക്ഷേ നാളികേരത്തിൻ്റെ വിലയും ഒരു സന്ദർഭത്തിൽ കുറഞ്ഞ ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ഈ ഗവൺമെൻറ് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയില്ല. പണ്ട് ഞാൻ ഓർക്കുന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉള്ള കാലത്ത് കേരളത്തിലെ എല്ലാ കൃഷി ഭവനുകളിലൂടെയും നാളികേരം സംഭരിക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നു. താങ്ങുവില നിശ്ചയിച്ച് ഇത്ര രൂപയ്ക്ക് അന്ന് സംഭരിക്കാൻ നടപടി സ്വീകരിച്ചു. ഇന്ന് ആ തരത്തിലുള്ള ഒരു നടപടിയും വരുന്നില്ല. അപ്പോൾ നാളികേര കർഷകരായാലും റബ്ബർ കർഷകരായാലും വാഴ കർഷകരായാലും ഏത് കൃഷി എടുക്കുന്ന ആളുകളായാലും അവരെ സഹായിക്കാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാവാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. കർഷകരോട് പ്രതിബദ്ധതയും താല്പര്യമുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ അവർ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കണം. ആ ഒരു സഹായിക്കുന്ന മനസ്ഥിതി ഈ ഗവൺമെൻറ് ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ നമ്മുടെ അഭിനന്ദനായ തലശ്ശേരി ബിഷപ്പ് പാമ്പ്ളാനി പിതാവ് പോലും പറഞ്ഞത്, 300 രൂപ കർഷകർക്ക് റബ്ബറിന് വില നൽകിയാൽ ഞങ്ങൾ വേണമെങ്കിൽ BJPക്കും MBA ഉണ്ടാക്കി കൊടുക്കുമെന്ന് അദ്ദേഹം പറയാൻ ഇടയാക്കിയ സാഹചര്യം BJPയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി കർഷകരോടുള്ള പ്രതിബദ്ധതയാണ്. കർഷകരുടെ പ്രശ്നം അറിയുന്ന ഒരു പിതാവ് എന്ന നിലയിലാണ് പാമ്പ്ളാനി പിതാവ് അങ്ങനെ പറയാനിടയാക്കിയ സാഹചര്യം. അത് വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. വിമർശനമുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉള്ളറയിലുള്ള സത്യം ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ല BJP MBA ഉണ്ടാക്കി കൊടുക്കുന്ന ആ ചുമതല ഏൽക്കാൻ വേണ്ടിയത്. പക്ഷേ അത്ര പോലും കർഷകരുടെ വികാരം അത്രയേറെ വ്രണപ്പെട്ടിരിക്കുന്നു. അത്ര റബ്ബർ കർഷകരുടെ പ്രശ്നം ആര് പരിഹരിക്കും, ആര് സഹായിക്കും, ഞങ്ങൾ അവരോട് നിൽക്കുന്ന അദ്ദേഹത്തെ കൊണ്ട് പോലും പറയിപ്പിക്കണമെങ്കിൽ അത്രമേൽ ഗൗരവപ്പെട്ടതാണ് റബ്ബർ കർഷകരുടെ പ്രയാസങ്ങൾ. പക്ഷേ ഇപ്പോൾ പരിഹരിക്കാൻ എന്തേ ഈ ഗവൺമെൻറ് ഒരു നടപടിയെടുക്കാത്തത്? ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു നല്ല മാതൃക അത് ഫോളോ ചെയ്യാനെങ്കിലും തയ്യാറാകണ്ടേ? ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഇലക്ഷൻ്റെ തലയാഴ്ചയിൽ വന്ന് പറഞ്ഞേക്കുന്നത് അത് ഫോളോ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണല്ലോ 200 രൂപ അത്ര വില നിശ്ചയിച്ച് ബാക്കി കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അത് പറയിപ്പിക്കേണ്ട ഒരു ഗതികൾ ഇപ്പോൾ ഉണ്ടായെങ്കിലും പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ആകെത്തുക കർഷകരോട് ഒരു പരിഗണനയും നൽകാത്ത ഒരു സർക്കാരാണിത്. അപ്പോൾ അതാണ് മലയോരത്തെ കർഷകർ ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളോട് ആഭിമുഖ്യം പുലർത്താത്തത്. ജനാധിപത്യ സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ, UDF സർക്കാരുകൾ അവർ മാത്രമേ പലപ്പോഴും ഈ കർഷകരുടെ പ്രശ്നങ്ങളോട് അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. അത് കർഷകരുടെ പാർട്ടി എന്ന് പറയുന്നത് LDF മുന്നണിയാണ്. LDFിനെയാണ് കർഷകരുമായും കർഷക തൊഴിലാളികളുടെയും ഒക്കെ പാർട്ടി എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ പാർട്ടി വിശേഷണം ഉണ്ടെങ്കിലും ഫലത്തിൽ ആ ഒരു പരിഗണന കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ KM മാണിയുടെ പാർട്ടി അവരുടെ കൂടെ ഉണ്ട്. KM മാണി അധ്വാനവർഗ സിദ്ധാന്തം ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് KM മാണി. അദ്ദേഹം വളരെ നല്ല നിലയിൽ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ശക്തമായി വാദിച്ച ഒരു പൊതുപ്രവർത്തകനും മന്ത്രിയുമാണ്. ആ KM മാണി സാറ് മുന്നോട്ട് വെച്ച കൊണ്ടുവന്ന ആ പാർട്ടിയുടെ ആളുകൾ ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മകനും പാർട്ടി മാണി കേരള കോൺഗ്രസിൻ്റെ ആളൊക്കെ ഇന്നിപ്പോൾ LDFിലാണ് ഉള്ളത്. അവരുടെ മന്ത്രിയുണ്ട്. ആ മന്ത്രിയും ഭരണത്തിൻ്റെ പങ്കാളിത്തം എല്ലാം ഉണ്ടായിട്ട് എന്തേ അവർ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരണുവിട പോലും കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെടിക്കാനും പരിഹാരമുണ്ടാക്കാനുമുള്ള ഒരു നീതിയും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ശരിക്കും ഈ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുപക്ഷത്ത് അവർ എങ്ങനെയായിരുന്നു ശ്വാസം മുട്ടിയാണെന്ന് നിൽക്കുന്നത്? തീർച്ചയായിട്ടും എന്താ 2 വട്ടം സംശയിക്കേണ്ട കാര്യമില്ല. അവർ നിവൃത്തികേട് കൊണ്ട് അവിടെ എത്തിപ്പോയി. ഇപ്പോൾ തിരിച്ചു പോരാൻ വയ്യാത്ത ഒരു ഗതികേടിൽ അകപ്പെട്ടത് കൊണ്ട് തിരിച്ചു വരാൻ അവർ ഭയപ്പെടുന്നു. UDF ക്ഷണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വരുമോ എന്ന് പറയുന്നു. അതിലവർക്ക് ആശങ്ക ഉണ്ടാവും. കാരണം UDFിലേക്ക് തിരിച്ചു വന്നാൽ എന്താവും, എങ്ങനെയായിരിക്കും ഞങ്ങളെ സ്വീകരിക്കുക എന്നൊരു ആശങ്ക ഒരു വശത്തുണ്ടാവും. മറുവശത്ത് പിണറായിയെ പോലുള്ള ഒരു ഭരണാധികാരിയെ വെറുപ്പിച്ചിട്ട് വിട്ടുവരുമ്പോഴുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന പേടി ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഭയപ്പാടിൻ്റെ സാഹചര്യങ്ങൾ കൂടി അവരെ ഒരുപക്ഷെ അത് പിന്നോട്ട് വലിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ അണികൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് UDFിനോടൊപ്പം ചേരണം, UDFിനോടൊപ്പം പോകണമെന്നാണ്. അന്ന് ഈ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അത് UDF കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് 100% UDF നേതൃത്വത്തിന് പറ്റിയ തെറ്റ് തന്നെയാണ്. അന്ന് UDFിനകത്ത് കോൺഗ്രസിനകത്തുള്ള നേതൃത്വ നിലയിൽപ്പെട്ട ചില ആളുകൾ കേരള കോൺഗ്രസ് പോയാൽ പോട്ടെ എന്ന ഒരു നിലയിലും ചിന്തിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മറിച്ച് കൂടെ നിർത്തിയ കേരളത്തിൽ UDF ഉണ്ടാക്കിയതായാലും പിന്നെ ശ്രീ K കരുണാകരനും ശ്രീ KM മാണി ഉൾപ്പെടെയുള്ള ഒരു ലീഡർഷിപ്പാണല്ലോ. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും എല്ലാം ചേർന്ന്, ശിഹാബ് തങ്ങളും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ
UDF സംവിധാനം നിലനിർത്തണം എന്ന ഒരു ചിന്തയ്ക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിട്ടു പോകാതെ നോക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമായിരുന്നു. ഇപ്പോൾ ക്ഷണിക്കുന്നതിൽ എന്താ അർത്ഥം? അതെ, ആ കാര്യത്തിൽ കോൺഗ്രസിന് വീഴ്ച പറ്റി. ഇപ്പോൾ ഏറ്റവും ഈ ജനങ്ങൾക്കിടയിൽ പ്രാദേശിക തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് മാത്രമേ എന്താണ് ഈ രാഷ്ട്രീയ രംഗത്ത് എന്താണ് അടിത്തട്ടിൽ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങ് മുകളിലിരിക്കുന്ന നേതാക്കൾക്ക് ചിലപ്പോൾ എന്നും പത്രസമ്മേളനങ്ങൾ നടത്തിയും മറ്റുമുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവൂ. അടിത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ഗ്രാസ് റൂട്ടിൽ ഈ പാർട്ടി ഉണ്ടോ എന്നറിയുന്നത് നിങ്ങളെ പോലുള്ള നേതാക്കൾക്കാണ്. UDF പ്രത്യേകിച്ച് കോൺഗ്രസിന് അടിത്തട്ടിൽ വലിയ പാളിച്ചകൾ പറ്റി എന്ന് നേതൃത്വം മുമ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വിലയിരുത്തിയ കാര്യമാണ്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടേക്ക് വരാൻ ഈ പാർട്ടിക്ക് കഴിയുമോ? അല്ല, UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് അടിത്തട്ടിലല്ല, ആദ്യം ചികിത്സ വേണ്ട മുകളിലെ തട്ടിൽ തന്നെയാണ്. കാരണം മുകളിൽ തട്ടിൽ കിടന്നിട്ട് നടത്തുന്ന ഈ പടലപിണക്കങ്ങൾ അത് അടിയിലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ അധികാരം കേരളത്തിൽ മാറാൻ വേണ്ടി പോകുന്നു, ഒരു ഭരണമാറ്റം വരാൻ വേണ്ടി പോകുന്നു കാണുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനമോഹകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിലുള്ള കളികളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു ലീഡർഷിപ്പ് പ്രമുഖരായ നേതാക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന ഈ ഇത്തരം കളികൾ താഴെ ഇരിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായി മാറുകയും ഈ അനൈക്യം താഴേക്ക് കൂടുതൽ ശക്തമായി രൂപപ്പെടുകയും ചെയ്യും. അതിൽ വേണ്ടത് ഇപ്പം അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം ഖാർഗേജി അടക്കം ഡൽഹിയിൽ നേതാക്കന്മാരെയൊക്കെ വിളിപ്പിച്ച് ചർച്ച ചെയ്യുകയും എല്ലാവരും ഒത്തുപോകണമെന്നുള്ളൊരു നല്ല നിർദ്ദേശം കൊടുത്തൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകളുടെ അതിപ്രസരം വലിയ ഒരു കാരണമാണ്. ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമം കുറിക്കാൻ ദേശീയ നേതൃത്വം ഇടപെട്ട് പരിഹാരം കണ്ടാൽ മാത്രമേ ഈ താഴേക്കുള്ള ഐക്യവും ശക്തമാകുകയുള്ളൂ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പുകളുടെ ഡിമാൻഡ്സും പലതുമൊക്കെ താഴെ സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെയായി മാറിയാൽ, അങ്ങനെ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് നേതൃത്വം. പക്ഷേ എന്നാൽ പോലും അങ്ങനെയൊക്കെ മാറിയാൽ ഉള്ള ശക്തികൾക്ക് കോട്ടം തട്ടും. അപ്പോൾ ആ കോട്ടം തട്ടാതെ എല്ലാവരും ഒത്തു മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജാണ് ഉണ്ടാവേണ്ടത്. ആ മെസ്സേജ് ഭാഗ്യവശാൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ ചർച്ചയിലൂടെയൊക്കെ രൂപപ്പെട്ട പുതിയ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും വലിയ നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കും. ഈ ഗ്രൂപ്പുകളെയൊക്കെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവായി VD സതീശനെയും KPCC പ്രസിഡന്റായി കെ സുധാകരനെയും ഒക്കെ അന്ന് പ്രഖ്യാപിച്ചത്. പക്ഷെ എന്നിട്ട് ഗ്രൂപ്പ് ഇല്ലാതായില്ല, കൂടുകയാണോ ചെയ്തത് ഗ്രൂപ്പ്? അതിപ്പോൾ കോൺഗ്രസിന്റെ പൈതൃകം പരിശോധിച്ചാൽ മഹാത്മാഗാന്ധിയുടെ കാലത്തും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. നേതാജിയും മഹാത്മാഗാന്ധിയും തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാലും എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പ്രസക്തമായ 2 ഗ്രൂപ്പുകൾ കരുണാകരൻ ഗ്രൂപ്പും ആൻ്റണി ഗ്രൂപ്പും ആയിരുന്നു. ആ ഗ്രൂപ്പുകളുടെ പോരാട്ടം കേരളത്തിൽ ഒരുപാട് കാലം, ഒരുപാട് വർഷങ്ങൾ അങ്ങനെ കത്തിക്കയറി നിന്നിട്ടുള്ളതാണ്. ഞാനും ആ കാലത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ ആൻ്റണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അന്നൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് വേലിയേറ്റങ്ങളുണ്ടെങ്കിലും ഒരു പൊരുപ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ കെ കരുണാകരനും AK ആൻ്റണിയും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് അവർ ഒരു ദിവസം ഒന്ന് ചർച്ച ചെയ്ത് പത്രക്കാരുടെ മുമ്പിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങളൊന്നായിരിക്കുന്നു എന്നൊരു മെസ്സേജ് താഴേക്ക് കൊടുത്താൽ താഴെയുള്ളവരെല്ലാം ഒന്നാവും. ആ ഒറ്റ മെസ്സേജ് മതി. താഴെയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി ഇലക്ഷനെ നേരിടാനുള്ള ഒരു മെഷീനറി ഒറ്റ ദിവസം കൊണ്ട് രൂപീകൃതമാവും. ആ ഒരു കാലം കോൺഗ്രസിൻ്റെ ഇന്നലകളിലുണ്ട്. അപ്പോൾ എന്തെല്ലാം ഗ്രൂപ്പ് കത്തി നിന്ന സന്ദർഭങ്ങളിലും ഇവരെ ഗ്രൂപ്പ് ലീഡർമാർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമ്പോൾ ഒന്നിച്ച് എന്ന് പറയുക, പശ വെച്ചൊട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചേരുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ആ ഒരു ഐക്യബോധത്തിലേക്ക് ഇപ്പോഴത്തെ കോൺഗ്രസിനകത്തെ സംഭവങ്ങളും മാറി വരണമെന്നാണ് എൻ്റെ വ്യക്തിഗത അഭിപ്രായം. ഓരോ ഗ്രൂപ്പായി ഇങ്ങനെ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നീങ്ങുന്നു. അതെ, അതൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പഴയ സ്റ്റൈലിൽ, അതായത് കെ കരുണാകരനും AK ആൻ്റണിയും അണികളോട് ആഹ്വാനം ചെയ്തതുപോലെ
നമുക്ക് ഗ്രൂപ്പില്ല, നമ്മൾ പൊതുപ്രശ്നത്തിൽ ഒന്നിച്ച് നിൽക്കുന്നു എന്നൊരു ഇമ്പ്രഷൻ അണികളിലേക്ക് കൊടുത്ത് ഗ്രൂപ്പിന് അതീതമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കാണാനും ഗ്രൂപ്പിന് അതീതമായി അസംബ്ലി തിരഞ്ഞെടുപ്പിനെ കാണാനും ഉള്ള ഒരു വിശാല മനസ്കത നേതൃത്വ തലത്തിലുണ്ടായാൽ ആ നേതാക്കളെല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു നല്ല മെസ്സേജ് താഴേക്കും കൊടുത്താൽ കോൺഗ്രസ് രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വളരെ ദയനീയമായി. സ്ഥിതി എന്നതുകൊണ്ട് മോശമാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയേറെ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കുന്നു. അത്രയേറെ വെറുക്കപ്പെട്ട ഒരു സർക്കാരായി പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുന്നു. പിണറായി ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലിപ്പോൾ UDF മാത്രമല്ല, കോൺഗ്രസോ UDF മാത്രമല്ല, CPM അണികളും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് അവർ വായ പൂട്ടി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അത്രമേൽ അവരും ഈ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തേക്കുന്ന ഈ കിറ്റോ അല്ലെങ്കിൽ പെൻഷനോ അതുപോലുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ കേട്ടതുകൊണ്ട് മാത്രം അതൊക്കെ തിരുത്തപ്പെടുമെന്ന് കരുതേണ്ടതില്ല. അപ്പോൾ LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങൾ പോലും ഈ ഗവൺമെൻറ്റിനെ വെറുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ വെറുക്കപ്പെട്ട ഈ ഗവൺമെൻറ്റിനെ മാറ്റാൻ സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ ഒരേ രീതി ചിന്തിക്കുന്ന ഒരു ചുറ്റുപാട്, രാഷ്ട്രീയ ചുറ്റുപാട് കേരളത്തിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് കോൺഗ്രസ് നേതൃത്വം കൂടി കോൺഗ്രസ് നേതൃത്വം കൂടി ഒരു നല്ല ഐക്യത്തിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ട് താഴേക്ക് വരികയും കോൺഗ്രസ്സുകാരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ നിഷ്പ്രയാസം ഈ ഗവൺമെന്റിനെ തുടച്ചു നീക്കാൻ സാധിക്കും. ഈ ഐക്യം ആണ് അതിൽ ഏറ്റവും പ്രധാനം. തീർച്ചയായും പാർട്ടി ഫസ്റ്റ്, ഗ്രൂപ്പ് സെക്കൻഡ് എന്ന നിലയിലേക്ക് എല്ലാവരും ചിന്തിക്കണം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ഇനി അപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, വീണ്ടും മത്സരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ആലോചിക്കുന്നുണ്ടോ? അത് ഞങ്ങൾ അത്രയൊരു ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ സീറ്റ് ഉപചർച്ച, ഘടകകക്ഷികൾ UDF ഘടകകക്ഷികളുടെ സീറ്റ് ഉപചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി എല്ലാ പഞ്ചായത്തിലെയും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആദ്യം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിലാണ് ചർച്ചകളുടെ വേദി വരുന്നത്. അത് ജില്ലാ പഞ്ചായത്ത് സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നണി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്ന ലീഗിന് നിലവിലുള്ള റെപ്രസെൻറ്റേഷൻ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികളേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള സീറ്റ് വിഭജന നടപടികൾ പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം, ജില്ലയിലെ പാർട്ടി നേതൃത്വമുണ്ട്, അവരിരുന്ന് ചർച്ച ചെയ്ത് സീറ്റുകളൊക്കെ ഒരു ധാരണയിലേക്ക് എത്തും. അങ്ങനെ എത്തുന്ന ഘട്ടത്തിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ഉണ്ടാവും എന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കിട്ടിയേ അടങ്ങും എന്ന നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എന്തായാലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ തോമസ് വക്കത്താനം ഉണ്ടാകും. പാർട്ടി ആ രീതിയിൽ തന്നെ ഒരു പരിഗണന താങ്കൾക്ക് നൽകുന്നുണ്ടോ? ഒരു വർഷങ്ങളായുള്ള ഒരു പൊതുപ്രവർത്തന പാരമ്പര്യം അവകാശപ്പെട്ട് നൽകുന്ന തോമസ് വക്കത്താനത്തോട് പാർട്ടി നീതി പുലർത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാൻ അക്കാര്യത്തിൽ ഒരു പരിധിവരെ സംതൃപ്തനാണ്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആലക്കോട് മണ്ഡലം പ്രസിഡൻ്റായിട്ടാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ കാലം മുതൽ എനിക്ക് ഉമ്മൻചാണ്ടിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. 76, 76, 77 അടിയന്തരാവസ്ഥ കാലയളവിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി ആണ് എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഞാനൊരു റോൾ മോഡലായി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം 82 KC ജോസഫ് അവിടെ MLA ആയിട്ട് വന്നു. MLA KC ജോസഫ് അവിടെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉമ്മൻചാണ്ടി ബന്ധത്തിൽ ആ ഒരു ആൻ്റണി ലൈനിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. മലയോരത്തിൻ്റെ വികസന കാര്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയതും ഉമ്മൻചാണ്ടിയാണ്. പിന്നെ 82 മുതൽ KC MLA ആയതിനു ശേഷം KCയിലൂടെയായി ഒരു ലീഡർഷിപ്പ് മലയോര മേഖലയ്ക്ക് വന്നത്. അപ്പോൾ KC 40 വർഷം MLA അറിയാമല്ലോ, 40 വർഷം MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ സമൂലമായി മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഇരിക്കൂർ നിയമമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വികസന രംഗത്ത് റോഡ്, പാലം, സ്കൂൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഇരിക്കൂർ നിയമമുള്ള UDF ചെയർമാൻ സ്ഥാനം കൂടെ വഹിക്കുന്നുണ്ട്. KC ജോസഫ് മന്ത്രിയായിരുന്നപ്പോഴും അതിന് മുമ്പും അതിന് ശേഷവുമൊക്കെ അദ്ദേഹത്തിന് UDF ചെയർമാനായിരുന്നു. ഇപ്പോൾ സജി ജോസഫ് MLA ആയിരിക്കുമ്പോഴും UDF ചെയർമാനായി നിലവിൽ തുടരുന്നുണ്ട്. അപ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കോൺഗ്രസും UDFും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതുപോലെ എനിക്ക് വളരെ നേരിട്ട് അനുഭവമുള്ള ഒരു സംഗതി, ഞാനന്ന് 78 അന്ന് ഉമ്മൻചാണ്ടിയും തൊഴിൽ മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ആലക്കോട് പഞ്ചായത്ത് ഉപയോഗിച്ച് ഉദയഗിരി പഞ്ചായത്ത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അദ്ദേഹം എന്നെ അന്ന് ഒത്തിരി സഹായിച്ചു. അതുകൊണ്ട് ഉദയഗിരി പഞ്ചായത്ത് ഉണ്ടായതുപോലും അങ്ങനെയാണ്. 1980 ജനുവരി 1 ഉദയഗിരി പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്.
അപ്പോൾ പഞ്ചായത്ത് ഉണ്ടാക്കാനൊക്കെ അന്ന് സഹായിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ആ പഞ്ചായത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ ആലക്കോട് ഞാൻ പ്രസിഡൻ്റായ ഒരു അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തളിപ്പറമ്പ് ബ്ലോക്ക് അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള സംഘം, ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങാൻ അതിപ്പോൾ നല്ല നിലയിൽ പോകുന്നുണ്ട് 10-20 വർഷമായിട്ട്. അപ്പോൾ അത് തുടങ്ങാൻ സാധിച്ചു. പ്രത്യേകിച്ച് ആ നാടിൻ്റെ വികസന കാര്യങ്ങൾ, നമ്മുടെ മലയോര ഹൈവേ ഉൾപ്പെടെ, അതുപോലെ ആലക്കോട് തളിപ്പറമ്പ് ആലക്കോട് മണക്കടവ് TCB റോഡ് മെക്കാഡൻ്റെ അറിയാക്കിയ സംഭവം, ആ സംഭവമൊക്കെ ആ നാട്ടിൽ കൈവരിച്ച വലിയ നേട്ടങ്ങളാണ്. അപ്പോൾ ആ നേട്ടങ്ങളിലൊക്കെ KCയോടൊപ്പം ഉമ്മൻചാണ്ടിയോടൊപ്പം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ നിന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേയറ്റം സംതൃപ്തിയുണ്ട്. ഈ ഇരിക്കൂർ നിയോജക മണ്ഡലം, നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു ആന്റണി കോൺഗ്രസിന്റെ വിഭാഗത്തിന്റെ ഒരു വലിയ ഒരു തട്ടകം എന്ന രീതിയിൽ പല തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പ്രദേശം എന്നൊരു രീതിയിൽ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടു പോയിരുന്നത്. ആ മണ്ഡലം ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയി. അതിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു? ഇല്ല, അതിൽ പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് സോണി സെബാസ്റ്റ്യൻ എന്ന സ്ഥാനാർത്ഥി അവരോടൊന്നൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമരങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ AICC സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആ സന്ദർഭം മുതൽ സജീവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാനും അദ്ദേഹത്തെ വിജയിപ്പിക്കാനും പണിയെടുത്ത ആളുകളാണ് ഞങ്ങൾ. ഞാനന്ന് UDF ചെയർമാൻ ആയതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നു. ഞാനിപ്പോൾ വന്നാൽ പിന്നെ സജീവ് ജോസഫ് സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നേതൃത്വത്തോട് യുദ്ധം ചെയ്യാൻ നമ്മൾ പോയിട്ടില്ല. സജീവനെ AICC പ്രഖ്യാപിച്ചു, നമ്മൾ അംഗീകരിച്ചു, സ്വീകരിച്ചു, അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പണിയെടുത്തു, അദ്ദേഹം ജയിപ്പിച്ചു. ഇപ്പോഴത് MLA ആയിട്ട് വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. KCയെ പോലെ അല്ലെ, KCയേക്കാൾ ഒരു പടി കടന്ന നിലയിൽ സജീവ് ജോസഫ് ആ മണ്ഡലത്തെ സ്നേഹിച്ചും മണ്ഡലത്തെ ഊട്ടി വളർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ MLA എന്ന നിലയിൽ സജീവിൻ്റെ സാന്നിധ്യവും വളരെ പരമപ്രധാനമാണ്. അദ്ദേഹം പ്രത്യേകമായി ആ മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ഫീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഈ ഇരിക്കൂർ നമുക്ക് വേണം എന്ന് ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും അതിനകത്ത് അല്ല, അങ്ങനെ ആവശ്യപ്പെടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ വേണമെങ്കിൽ KC ജോസഫ് 40 വർഷം പിന്നെ മന്ത്രി അല്ല MLA ആയിരുന്നു ഇരിക്കൂറിൻ്റെ. അപ്പോൾ KCയൊക്കെ ഒരു 20 വർഷം കഴിഞ്ഞപ്പം പുള്ളിക്ക് വേണമെങ്കിൽ MLA സ്ഥാനം മാറിയിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളിൽ പലർക്കും അവിടെ സാധ്യത ഉണ്ടാകുമായിരുന്നു. പൊതുപ്രവർത്തന പിന്നെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നാടിൻ്റെ വികസന രംഗത്ത് പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നൽകിയ മറ്റ് സഹപ്രവർത്തകർക്കും അവസരം കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവസരമൊക്കെ നിഷേധിച്ചുകൊണ്ട് 40 വർഷം ഒരാൾ അവിടെ MLA ആയിരുന്നു എന്നത് തന്നെ ഒരു കോൺഗ്രസിൻ്റെ എന്തായാലും പറയുക ഒരു സ്ഥാനത്ത് വന്നാൽ പിന്നെ അപ്പോൾ അതൊക്കെ തിരുത്തപ്പെടേണ്ട ഒരു ശൈലിയാണ്. കാര്യം KCയോട് അങ്ങേയറ്റം നമുക്ക് സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര പാടില്ല, അത്രമാത്രം CPM എടുക്കുന്ന നിലപാട് 2-3 ടേം അത് പ്രശംസിക്കേണ്ട അതിൽ പിന്നെ ഒരു കോൺഗ്രസിൻ്റെ ഭരണഘടനയെ തന്നെ അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുന്ന അഭിപ്രായം എനിക്കുള്ളത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് 2 ടേമിൽ കൂടുതൽ ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റില്ലല്ലോ. കാരണം ഭരണഘടന അനുസരിച്ച് തന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത ചുറ്റുപാട് അവിടെ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ MLAമാർ, MPമാർ, നമ്മുടെ ഈ പിന്നെ ജനപ്രതിനിധികൾ, അവർക്കൊക്കെ തന്നെ ഈ 2 തവണ അല്ലെ 3 തവണ വേണമെങ്കിൽ ഒരു തവണ കൂട്ടിയാലും കുഴപ്പമില്ല, ഒരു 3 തവണയിലപ്പുറം ഒരു ജനപ്രതിനിധി ഒരേ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ള നിഷ്കർഷ ഭരണഘടനാപരമായിട്ടെങ്കിലും ഉണ്ടാക്കേണ്ടതാണ്. 3 തവണയിൽ കൂടുതൽ ജനപ്രതിനിധിക്കാൻ പാടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. പാർട്ടി അങ്ങനെ ഒരു നിലപാടൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ഒരു നിലയിലേക്ക് പാർട്ടി മാറണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ ഒന്നും മാറിയ വേറെ പദവികളുണ്ടല്ലോ. ഇപ്പോൾ MLA സ്ഥാനത്ത് 3 വർഷത്തേക്കുള്ളിൽ ഇരിക്കേണ്ട, പിന്നെ വന്നെങ്കിൽ MPയോ എവിടെയോ മറ്റ് പ്രതിനിധി മേഖലകളിലൊക്കെ പോകാതെ റൊട്ടേഷൻ വന്നോട്ടെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വനിതകൾക്ക് ഇപ്പോൾ റൊട്ടേഷൻ കൊടുത്തിട്ടില്ല? 50% വനിതകൾക്ക് പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ പരിഗണന, അസംബ്ലിയിലും പാർലമെൻറ്റിലും വന്നിട്ടില്ല. അതും ശരിക്കും വരുത്തേണ്ടതല്ലേ? അപ്പോൾ ഈ ഇരിക്കൂർ വീണ്ടും സജീവ് ജോസഫ് തന്നെ മത്സരിക്കാൻ തന്നെയായിരിക്കും അതിനാണ് സാധ്യത. കാരണം അങ്ങനെ ഒരു ടൈമല്ലേ ആയുള്ളൂ, 5 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും പിന്നെ 2-3 ടൈം പോകാനുള്ള എൻ്റെ ആശയം വെച്ചാണ് ഒരു 3 ടൈം വരെ പോവുക. അപ്പോൾ അതിനുശേഷം സജീവ് ജോസഫ് ആയാലും മാറണം തീർച്ചയായിട്ടും. ഒരു 3 ടൈമിലുള്ള സജീവ് ജോസഫും മുന്നോട്ട് പോകാൻ പാടില്ലെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനപ്പുറം പോകാൻ പാടില്ല. രാഷ്ട്രീയ രംഗത്ത് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ സത്യസന്ധമായി ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ
എല്ലാം തുറന്നു പറയുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലും പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമ്പോഴും തോമസ് വക്കത്താനം എന്ന നേതാവ് ആ പക്വതയോടെയാണ് നമ്മളോട് സംസാരിച്ചത്. ഏതെങ്കിലും തരത്തിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തി ആ ഭരണ സംവിധാനത്തിനെതിരെ താൻ കൂടി പ്രതിനിധാനം ചെയ്ത ആ ഭരണ സംവിധാനത്തെ ചെളിവാരിയെറിയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. വേണമെങ്കിൽ പലവിധ ആരോപണങ്ങളും ഉന്നയിച്ച് അദ്ദേഹത്തിന് നിൽക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നത് സ്വന്തം മനസാക്ഷിയോട് ചെയ്യുന്ന കുറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം കണ്ടത്. മലയോരത്തെ നേതാക്കൾ ഇങ്ങനെയൊക്കെയാണ്. സത്യസന്ധമായി കാര്യങ്ങൾ പറയുക എന്നത് തന്നെയാണ് ആ നേതാക്കളുടെ സൗന്ദര്യം. അവർ ഈ നാട്ടിലേക്ക് കുടിയേറി പാർത്തവരാണ്. അവർക്ക് ഈ നാടിന്റെ, അവരുടെ നാടിന്റെ സംസ്കാരങ്ങളെ പിന്തുടർന്നേ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്താൻ ഇത്തരം നേതാക്കൾക്ക് കഴിയാറില്ല. മലയോരത്തെ ഏത് നേതാക്കളെ എടുത്താലും തോമസ് വക്കത്താനത്തെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമാണ് അവരുടെ കൈമുതൽ. ആ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് തോമസ് വക്കത്താനം എന്ന നേതാവ് ഇത്രയും കാലം രാഷ്ട്രീയ രംഗത്ത് കൊണ്ടു നടന്നത്. തുറന്നു പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ആർക്കെങ്കിലും ഉണ്ടാകും എന്ന് പോലും കരുതാതെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നതും ഈ നാടിന് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും വേണ്ടി തന്നെ. ജില്ലാ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിനൊപ്പം സഞ്ചരിക്കുകയും വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ പടി തോമസ് വക്കത്താനവും ഇറങ്ങുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയാക്കി ഇടതുമുന്നണിക്കെതിരെ അതിശക്തമായ പോരാട്ടം തങ്ങൾ നടത്തും എന്നും തോമസ് വക്കത്താനം വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും തോമസ് വക്കത്താനം എന്ന നേതാവ് നമുക്കൊപ്പം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.